Praise Lord. I thank and praise God for this blessed opportunity God has given to glorify His name. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യകരമായ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God for all the good things that the Lord has done in my life. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തതായ എല്ലാ നന്മയ്ക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I was born and brought up in a non-Christian family. ഒരു അക്രൈസ്തവ കുടുംബത്തിലാകുന്നു ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. Our parents brought us in a strict and godly fear way. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളരെ കർശനമായി ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. My father taught us that all gods are one and we started worshipping all the gods. എല്ലാ ദൈവങ്ങളും ഒന്നാകുന്നു എന്ന് പറഞ്ഞാകുന്നു ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ആകയാൽ ഞങ്ങൾ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുമായിരുന്നു. I was the youngest in my family. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയ മകളാകുന്നു. So it was my duty to light the lamp in that prayer room. ആ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. Every day when I used to go to light the lamp, ഓരോ ദിവസവും ഞാൻ വിളക്ക് കൊളുത്തുവാൻ പോകുമ്പോൾ I to see that all gods are decked so worldly way. മറ്റെല്ലാ ദൈവങ്ങളും ലൗകികമായ വിധത്തിൽ അവയെ അലങ്കരിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. But when I used to see the photo of Jesus, എന്നാലോ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ he was nailed on the cross and he was oozing with blood and he was put a thorn of crown. അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായും അവന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നതായും ആ മുൾക്കിരീടത്താൽ ധരിപ്പിക്കപ്പെട്ടവനായും ഞാൻ കാണുവാനിടയായി. Always a question rising in my life, why this God is in this way? ഈ ദൈവം മാത്രം എന്തുകൊണ്ട് ഇപ്രകാരമായിരിക്കുന്നു എന്നൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉയരുമായിരുന്നു. Who has done this for him? അവനു വേണ്ടി ഇതാരാകുന്നു ചെയ്തത്? As I was very small, I did not know whom to ask and what. ഞാൻ വളരെ ചെറുപ്രായമായിരുന്നതിനാൽ ഇതിനെക്കുറിച്ച് ആരോട് ചോദിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. One day I was told the story of Jesus. എന്നാൽ യേശുവിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞു കേൾക്കുവാനിടയായി. When I came to know that Jesus was nailed on the cross because of me. എന്റെ നിമിത്തമാകുന്നു യേശു ക്രൂശിൽ ഇപ്രകാരം ആണിയടിക്കപ്പെട്ടത് എന്ന് ഞാൻ അറിയുവാനിടയായപ്പോൾ I was at the age of 8. എനിക്ക് 8 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. I took Jesus as my personal savior. യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. Though I used to go to that prayer room, ആ പൂജാമുറിയിൽ ഞാൻ കടന്നു പോകുമായിരുന്നു. I used to only meditate Jesus and come out. ഞാൻ യേശുവിനെ മാത്രം ധ്യാനിച്ച് പുറത്തു വരുമായിരുന്നു. Jesus started working in my life. യേശു എൻ്റെ ജീവിതത്തിൽ പരിവർത്തിക്കുവാൻ തുടങ്ങി. In my school chapel, എൻ്റെ സ്കൂളിലെ ചാപ്പലിൽ I saw many people offering many things to Jesus. അനേകർ യേശുവിന് പല വസ്തുക്കൾ കാണിക്കയായി കൊടുക്കുന്നതായി കാണുവാനിടയായി. I also desired to give something to my Jesus. ഞാനും എൻ്റെ യേശുവിന് എന്തെങ്കിലും കൊടുക്കണം ആഗ്രഹിച്ചു. I didn't know what to give. അവൻ എന്ത് നൽകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. If I take the money from my parents, that blessing should belong to my parents. എൻ്റെ മാതാപിതാക്കളുടെ പക്കൽ നിന്നും പണം എടുത്തുകൊണ്ടുപോയി കൊടുത്താൽ അനുഗ്രഹം അവർക്കുള്ളതായി തീരുമല്ലോ. I want to give something which is belonging to me. എന്നാൽ എനിക്ക് സ്വന്തമായുള്ള ഏതെങ്കിലും യേശുവിന് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. At the age of 11, I got a thought, I have a life. 11 വയസ്സ് പ്രായമായപ്പോൾ എനിക്കൊരു ജീവിതമുണ്ടല്ലോ എന്ന് എനിക്ക് ചിന്തിക്കുവാനിടയായി. One evening I went to the presence of God. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. And said to Jesus, യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, Lord, today on this altar I am surrendering myself. കർത്താവേ, ഇന്ന് ഈ യാഗപീഠത്തിന്മേൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I should not only be a blessing for myself, but I should be a blessing for the whole world. ഞാൻ എനിക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഒരു അനുഗ്രഹമായി മാറ്റപ്പെടണം. So from that day onwards, God took hold of me. അന്ന് മുതൽ യേശു എന്നെ കരം പിടിച്ചു. God started working in my life. കർത്താവിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുവാൻ തുടങ്ങി. My life changed. എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാനിടയായി. I started hating all the world and the worldly things. ലോകത്തെയും ലൗകികമായ സകല കാര്യങ്ങളെയും ഞാൻ വെറുക്കുവാൻ I തുടങ്ങി. started separating myself. ഞാൻ എന്നെ തന്നെ വേർപിരിക്കുവാൻ തുടങ്ങി. Jesus started dealing with me practically and theoretically. യേശു പ്രായോഗികമായും തത്വപരമായും എന്നോട് ഇടപെടുവാൻ തുടങ്ങി. Teaching so many things for me. എനിക്ക് അനേക കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നു. Talking to the word of God. ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. As the days was going on,
അങ്ങനെ ദിവസങ്ങൾ കഴിയവേ I used to not mingle with my sisters. എൻ്റെ മൂത്ത സഹോദരിമാരുമായി ഞാൻ ഇടപഴകുകയില്ലായിരുന്നു. So one day my fourth sister told me this way. ഒരു ദിവസം എൻ്റെ നാലാമത്തെ സഹോദരി എന്നോട് ഇപ്രകാരം പറഞ്ഞു, Now you are small, when you become young you will become more fashionable than us. ഇപ്പോൾ നീ ഒരു ചെറിയ കുട്ടിയാകുന്നുവല്ലോ, എന്നാൽ ഞങ്ങളെപ്പോലെ നീ യൗവന പ്രായത്തിലാകുമ്പോൾ ഞങ്ങളെക്കാൾ അധികം ആഡംബരമുള്ളവളായി കാണപ്പെടും. This really hurted me. ഇത് വാസ്തവമായും എന്നെ മുറിപ്പെടുത്തി. I used to every day go and cry in the presence of God. ഓരോ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ പോയി കരയുമായിരുന്നു. Lord, this is my life in future, I don't want to live. കർത്താവേ, ഇതാകുന്നു എൻ്റെ ജീവിതം, എൻ്റെ ഭാവിയിൽ അങ്ങനെ ജീവിപ്പാൻ എനിക്കിഷ്ടമില്ല. You take my life, I don't want to do such a life. എനിക്ക് അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ ഇഷ്ടമില്ല, നീ എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. I started crying every day in the presence of God. ഓരോ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ പോയി ഇങ്ങനെ കരയുവാൻ തുടങ്ങി. As I became 15-16 years, എനിക്ക് 15-16 വയസ്സ് പ്രായമായപ്പോൾ I could see that I started loving Jesus more than anything in this world. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി യേശുവിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. Jesus proved that it is possible to do a holy life in the young age. യൗവന പ്രായത്തിൽ തന്നെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സാധ്യമെന്ന് യേശു തെളിയിക്കുവാൻ തുടങ്ങി. By the grace of God we can do a holy life. ദൈവത്തിന്റെ കൃപയാൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സാധ്യം. I had two desires in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. I had a desire to serve the Lord like Mother Teresa. മദർ തെരേസയെ പോലെ ദൈവത്തിന് സേവ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. And one more desire was I have to become an electric woman. മറ്റൊരാഗ്രഹം എനിക്കൊരു ഇലക്ട്രിക് വുമൺ ആകണമെന്നായിരുന്നു. I had a desire that I should take control of the power of the electric in my body. വിദ്യുത് ശക്തി എൻ്റെ ശരീരത്തിൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. I did many practice in my life. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭ്യസിക്കുവാൻ തുടങ്ങി. But everything failed. I was hit by the electric shock many times. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. പല പ്രാവശ്യം എനിക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുവാനിടയായി. Today I am standing here, it's only by the grace of God. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. Then God spoke to me. He said, "This is not my will." പിന്നീട് ദൈവം എന്നോട് സംസാരിച്ചു, ഇതല്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം. Now I cannot do what I like. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല. When I used to do what I like, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോഴെല്ലാം Jesus used to correct me thrice, and fourthly when I doesn't listen to him, he used to punish and bring me back. യേശു എന്നെ 3 പ്രാവശ്യം തിരുത്തുമായിരുന്നു. 4ാം പ്രാവശ്യം ഞാൻ അത് ആവർത്തിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നെ ശിക്ഷിച്ച് എന്നെ മടക്കി വരുത്തുമായിരുന്നു. Then I gave up that desire. പിന്നീട് ഞാൻ ആ ആഗ്രഹമെല്ലാം വെടിഞ്ഞു കളഞ്ഞു. I started focusing towards God and his plan. ദൈവത്തിനെയും ദൈവത്തിന്റെ പദ്ധതികളെയും ഞാൻ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി. At the age of 18, 18ാമത്തെ വയസ്സിൽ, in the year 91, 91ാം വർഷം, God took me through my sister to the TPM church. എൻ്റെ സഹോദരി മൂലമായി TPM സഭയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോയി. I went on that Good Friday. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസമാകുന്നു അവിടെ കടന്നുപോയത്. The day when I went there, അവിടെ പോയ ദിവസം the way they was worshipping, I really liked it very much. അവർ ദൈവത്തെ ആരാധിക്കുന്ന വിധം എനിക്ക് തികച്ചും ഇഷ്ടപ്പെട്ടു. That is the way I desired to worship the Lord. ആ വിധത്തിലായിരുന്നു ഞാനും ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. Then when the meeting got over, ആ യോഗം അവസാനിച്ചപ്പോൾ there that pastor told whoever want to take water baptism can come. അവിടെയുള്ള പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ജലസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു. I immediately surrendered myself for the water baptism. ഉടനെ തന്നെ ഞാൻ ജലസ്നാനത്തിനായി സമർപ്പിച്ചു. I took water baptism without the knowledge of my parents. എൻ്റെ മാതാപിതാക്കളുടെ അറിവ് കൂടാതെ തന്നെ ഞാൻ ജലസ്നാനം സ്വീകരിച്ചു. By the time I went home, my father came to know it. ഞാൻ ഭവനത്തിൽ ചെന്നപ്പോഴേക്കും എൻ്റെ പിതാവ് ആ വിവരം അറിയുവാനിടയായി. I prayed to the Lord. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. After going home, he did not tell me anything. ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ പിതാവ് എന്നോടൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. After 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം I was anointed with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു. The day when I received that Holy Spirit, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദിവസം I understood that this power is greater than that electric power. ആ
ആ ഇലക്ട്രിക് ശക്തിയേക്കാൾ ഈ ശക്തി വലിയതാകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. I really enjoyed that power in my life. എൻ്റെ ജീവിതത്തിൽ വാസ്തവമായും ആ ശക്തിയെ ഞാൻ ആസ്വദിച്ചു. I enjoyed the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ ഞാൻ ആസ്വദിക്കുവാൻ തുടങ്ങി. And in the year 94, 94-ാം വർഷം God spoke to me through a verse. കർത്താവ് എന്നോട് ഒരു വചനം മൂലം ഇടപെട്ടു. Psalms 45:10. 45-ാം സങ്കീർത്തനം 10-ാം വാക്യം. And he said, "Child, it's time to forget your father's house." എൻ്റെ പൈതലേ, നിന്റെ പിതൃഭവനത്തെ മറക്കുവാനുള്ള സമയമായിരിക്കുന്നു. I was scared to tell my parents. എൻ്റെ മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ഭയപ്പെട്ടു. Without the knowledge of my parents, എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ അറിവ് കൂടാതെ തന്നെ I surrendered myself for the full-time ministry. ഈ പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്കായി എന്നെ തന്നെ സമർപ്പിച്ചു. After taking for the ministry, ഈ ശുശ്രൂഷയ്ക്കായി എടുക്കപ്പെട്ട ശേഷം I came home. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. God already dealt with my parents. ദൈവം എൻ്റെ മാതാപിതാക്കളോട് അതിനു മുൻപേ ഇടപെട്ടിരുന്നു. They did not tell me anything. അവർ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. They peacefully sent me to serve the Lord. അവർ എന്നെ സമാധാനത്തോടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി അയച്ചു. After coming to the ministry, ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ശേഷം God successfully helped me to do the training. കർത്താവ് ജയകരമായി എൻ്റെ പരിശീലന സമയം പൂർത്തിയാക്കുവാൻ He was with me in each and every aspects. ഓരോ കാര്യത്തിലും കർത്താവ് എന്നോട് കൂടെയിരുന്നു. Then in the 94, 94-ാം വർഷം 95, 95-ാം വർഷം I transferred to Mumbai Center. മുംബൈ സെൻട്രലിലേക്ക് എന്നെ സ്ഥലമാറ്റമാക്കി. God started working in my life. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ He took തുടങ്ങി. me various parts, ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. molding and shaping me. എന്നെ മെനയുകയും എന്നെ ഉരുവാക്കുകയും ചെയ്തുകൊണ്ട് He started doing a definite work കർത്താവ് ഒരു നിശ്ചിതമായ പ്രവൃത്തി എന്നിൽ ആരംഭിച്ചു. and helped me to understand എനിക്കിങ്ങനെ ഗ്രഹിക്കുവാൻ ഇടയാക്കി. His plan and purpose concerning my life. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ പദ്ധതിയെയും ഉദ്ദേശത്തെയും Each and every path gave me a new revelation about Christ and Zion. ഓരോരോ കാര്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ചും സിയോനെ കുറിച്ചും എനിക്ക് വെളിപ്പാടുകൾ നൽകി. As a promise-keeping God, വാഗ്ദത്തങ്ങളെ പാലിക്കുന്ന ദൈവമായി He was with me in each and every aspects. എൻ്റെ ഓരോ കാര്യങ്ങളിലും കർത്താവ് എന്നോട് കൂടെയിരുന്നു. As a captain of host, He went before me and fought all my battles. സൈന്യങ്ങളുടെ അധിപനായി കർത്താവ് എനിക്ക് മുൻപായി പോയി എൻ്റെ സകല യുദ്ധങ്ങളെയും അവൻ തന്നെ ചെയ്തു. And given me the victory. അവൻ എനിക്ക് ജയം നൽകുകയും ചെയ്തു. And helped me to taste and see that the Lord is good all the time. എൻ്റെ കർത്താവ് സദാസമയത്തും നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എനിക്കിടയാക്കി. One whole year He took me to the school of grace. ഒരു വർഷം മുഴുവൻ അവൻ എന്നെ കൃപ എന്ന പാഠശാലയിലൂടെ കടത്തിവിട്ടു. Practically He taught me what is grace and how grace manifests in our life. പ്രായോഗികമായി കൃപ എന്താകുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ കൃപ എങ്ങനെ വെളിപ്പെടുന്നുവെന്നും ദൈവം എന്നെ പഠിപ്പിച്ചു. So by grace I understood കൃപയാൽ എനിക്കിങ്ങനെ മനസ്സിലാക്കുവാനിടയായി. suffering is never meaningless കഷ്ടത എന്നത് ഒരിക്കലും അർത്ഥമില്ലാത്തതല്ല. when we bear it with the words yes. നാം അതേ എന്ന വാക്കോടുകൂടി അതിനെ സഹിക്കുന്നുവെങ്കിൽ Father God will use it പിതാവായ ദൈവം അതിനെ പ്രയോജനപ്പെടുത്തും. and change us and our surroundings. നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും അവൻ രൂപാന്തരപ്പെടുത്തും. Like this, God helped me to experience grace in my life. ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ ആ കൃപയെ അനുഭവിപ്പാൻ ദൈവം That ഇടയാക്കി. grace has sustained me thus far in this wilderness journey. ആ കൃപയാകുന്നു ഈ മരുഭൂമി യാത്രയിൽ ഇതുവരെയും എന്നെ നിലനിർത്തിയിരിക്കുന്നത്. All His ways in my life are marvelous. എൻ്റെ ജീവിതത്തിലെ അവന്റെ വഴികളെല്ലാം അത്ഭുതമാകുന്നു. His plans were higher than my plans. അവന്റെ പദ്ധതികൾ എൻ്റെ പദ്ധതികളെക്കാൾ ഉയരമുള്ളവ. He did many good things in my life. എൻ്റെ ജീവിതത്തിൽ അനേക നന്മകൾ ചെയ്തിരിക്കുന്നു. Many wonderful things in my life. അനേക അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. God should give me grace കർത്താവ് എനിക്ക് കൃപ നൽകണം. to press forward victoriously in the further days. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ജയത്തോടെ മുന്നേറി പോകുവാൻ I request all of you to pray for me. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുവേണമേ എന്ന് ഞാൻ That the plan and അപേക്ഷിക്കുന്നു. purpose of God, me coming in this world, should be fulfilled. ഈ ലോകത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന്റെ പദ്ധതിയും ഉദ്ദേശവും നിറവേറ്റപ്പെടേണ്ടതിനായി God should give me grace to do this ministry joyfully, run the race joyfully, and finish this race joyfully and victoriously. ഈ
ഈ ഓട്ടത്തെ സന്തോഷത്തോടെ ഓടി, ഈ ഓട്ടത്തെ ജയമായി ഈ ശുശ്രൂഷയും ജയത്തോടെ ഓടി തികയ്ക്കുവാൻ കർത്താവ് എനിക്കും കൃപ നൽകണം. One small message I want to give to the youths യൗവനക്കാർക്കൊരു ചെറിയ സന്ദേശം ഞാൻ നൽകുവാൻ and ആഗ്രഹിക്കുന്നു. conclude my testimony. എന്റെ സാക്ഷി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. In these days, ഈ ദിവസങ്ങളിൽ as we have come to the last days of this grace, ഈ കൃപയുടെ അവസാന നാളുകളിൽ വന്നിരിക്കയാൽ God wants youths and devil also wants youths. ദൈവത്തിനും അതുപോലെ പിശാചിനും യൗവനക്കാരെ ആവശ്യമാകുന്നു. Choice is yours. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാകുന്നു. We have only one life. നമുക്കൊരു ജീവിതം മാത്രം. It will come to pass. അത് എത്രയും വേഗം അവസാനിക്കും. Only what's done for Christ will last forever. ക്രിസ്തുവിന് വേണ്ടി നാം ചെയ്യുന്നത് മാത്രം അവസാനത്തോളം So നിലനിൽക്കും. give your best. ആകയാൽ നിങ്ങളുടെ ഏറ്റവും ഉത്തമമായതിനെ Do your നൽകുവിൻ. best ഏറ്റവും നല്ലതിനെ ചെയ്യുവിൻ. and enjoy the best. ഏറ്റവും നല്ലതിനെ ആസ്വദിക്കുവിൻ. May God help us. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise Lord. Praise